കർത്താവ് കണ്ടിട്ടുള്ളതിനെ നശിപ്പിച്ചു കളയുവാൻ, ജീവന് ഹാനി വരുത്തുവാൻ വരുത്താത്തതായ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലവും ഈ മെയ് മാസം 3-ാം തീയതി പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ഒരു സാക്ഷിയായി നിൽക്കണം എന്നത് കർത്താവ് മുന്നമേ ഒരുക്കിയിരുന്നത് കൊണ്ട് ദൈവം ആയുസ്സും ആരോഗ്യവും തന്നു. എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നേ ആഗ്രഹിക്കുന്നുള്ള കർത്താവാക്കുന്നിടത്തൊക്കെ വിശ്വസ്തയുടെ അന്ത്യത്തോളം ക്രിസ്തുവിന്റെ സാക്ഷിയായിരിക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നവരെ നേടിയെടുക്കുക. ആ ഒരു ദൗത്യത്തോടും ആഗ്രഹത്തോടും നിയോഗത്തോടും കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നു. പ്രിയ ദൈവമക്കളും ഞങ്ങളെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് വേഗത്തിൽ ഞാൻ തിരുവചന ചിന്തയിലേക്ക് കടന്നു വരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ആമീൻ, സ്തോത്രം. വായിച്ചു കേട്ട തിരുവചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. പലവിധ അസാധ്യങ്ങളുടെ വിഷയങ്ങളുടെ നടുവിലായിരിക്കാം നാം ആയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നടുവിൽ സാധ്യമാക്കുന്ന സർവശക്തന്റെ കരം ഉണ്ട്. സ്തോത്രം. ഈ രാത്രികാലം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തെ വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, ചില അസാധ്യമായ മേഖലകൾ ഈ പകൽക്കാലം പൊട്ടിമാറി സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം അതിനകത്ത് ചലിക്കേണ്ടതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അന്യഭാഷ അടയാളം ലഭിച്ചവർ അല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയായിട്ട് ഹല്ലേലൂയ. നമ്മുടെ അടുക്കൽ ഉള്ള കർത്താവ് നമ്മൾ അനുഭവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിന് നമ്മെ മൂവ് ചെയ്യുവാനായിട്ട്, ചലിക്കുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ആ മേഖലയിൽ നാം ചലിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ സ്തോത്ര നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന നെഗറ്റീവ് തോട്ടുകൾ മാറുവാനായിട്ട് ഇടയെത്തിരും. ഇത് നടക്കത്തില്ല, ഇനി വിടുതൽ നടക്കത്തില്ല എന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിയിട്ട് ഹല്ലേലൂയ ശത്രു കൊണ്ടുവരുന്ന തോട്ടുകളെല്ലാം ഇടിച്ചു നിരത്തിയിട്ട് ആത്മമണ്ഡലം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ വചനത്തിന്റെ ശക്തി അതിനകത്ത് വെളിപ്പെടാം. വചനത്തിന്റെ ശക്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുമ്പോൾ ചില ദൈവ പ്രവർത്തികൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതിനായി ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ ചിന്താമണ്ഡലങ്ങളെ ദൈവശക്തി ചലിക്കേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഓ റാബ സീഖ ലബഖ ലദരെ അദുരമ റിക്കേ ലമസ്വലഖാറദര അദുരമ റിക ലമസ്വലഖോ റോക്കോ ലേക്കേ ലേക്കേ ലബ ജലാദര സരാദര അദുരി ദിരദര ദിക്കേ ലബ രബ സേഖേ റബ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്ര. വായിച്ചു കേട്ട തിരുവചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തി തരുന്നു. സ്വർഗം ഈ പകൽക്കാലം വലുത് ചെയ്യണം കർത്താവേ. ഈ രാത്രിയിൽ പകൽക്കാലം കർത്താവേ അങ്ങക്ക് എന്താണ് ചെയ്യേണ്ടത് അതൊന്നും തടയപ്പെടുവാൻ ഇടയാകാത്തവണ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലും വിടുതലുകളും ഇന്ന് ഇതിനകത്ത് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ പകൽക്കാലം ഒരു അസാധാരണമായ ദൈവത്തിന്റെ പ്രവർത്തി, ഒരു ഷിഫ്റ്റിങ് കർത്താവേ ഇവരുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവരുടെ ആത്മീയ മേഖലയ്ക്കകത്തും ഭൗതിക മേഖലയ്ക്കകത്തും യേശുവിന്റെ നാമത്തിൽ ചില വിടുതലക്ക് ഈ പകൽക്കാലം സംഭവിക്കട്ടെ കർത്താവേ. അടിയനും ദൈവകരങ്ങളിലേക്ക് തരുന്നു. കൃപയ്ക്കുള്ളിൽ മറച്ചാട്ട് മാനുഷികമായി ഒന്നും വേണ്ട കർത്താവേ. അങ്ങയുടെ നാമ മഹത്വത്തിനായി മാത്രം തീർക്കണമേ. യേശു കർത്താവിന്റെ നാമം തന്നെ ആമേൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇവിടെ വായിച്ച ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഒത്തിരി സുപരിചിതമായ ഒരു ഭാഗമാണ്. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. സ്തോത്രം. ഇന്ന് ചിലപ്പോൾ നമ്മളെ ലൈവിലായിരിക്കുമ്പോഴും സ്തോത്രം നമ്മുടെ മുമ്പിൽ ഒത്തിരി അസാധ്യമായ വിഷയം കൂടെ നടുവിലായിരിക്കും നിൽക്കുന്നത്. ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെയെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ള ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ ആഴങ്ങളിൽ കടന്നു വരുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. നിങ്ങളുടെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നോക്കി പറയുക, ഇതെന്റെ ദൈവത്തെ സാധ്യമാകും. അതുകൊണ്ട് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ 19-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നു, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തെ സകലത് സാധ്യം. അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, മനുഷ്യർ അസാധ്യമെന്ന് എഴുതിത്തള്ളിയ ചില വിഷയങ്ങൾ ഈ പകൽക്കാലം മുതൽ സാധ്യമാകുവാനായിട്ടിടയത്തിന് ദൈവത്തെ സാധ്യമാക്കാം. മനുഷ്യർ ചിലപ്പോൾ പറഞ്ഞിരിക്കാം അസാധ്യമാണ്, ഇനി നടക്കാൻ സാധ്യതയില്ല. കാരണം എന്താ? മനുഷ്യർ നോക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങളെയാ, നമ്മുടെ സിറ്റുവേഷനുകളെയാ നോക്കുവാനായിട്ടിടയത്തുന്ന. അത് നോക്കിയിട്ടാണ് മനുഷ്യർ പറയുന്നത് ഇത് നടക്കാൻ കഴിയത്തില്ല. കാരണം സ്തോത്രം നമ്മുടെ കയ്യിലുള്ള ഒരു
ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഒരു സ്തോത്രം ഒരു കമ്പനിക്കകത്ത് നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് അവർ ചിലപ്പോൾ പറഞ്ഞിരിക്കാം ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞു പോയി, ഇനി അതിന്റെ കാലയളവ് കഴിഞ്ഞു, ഇനി ഇതിനകത്ത് ഒരു ജോലി തരാൻ ഞങ്ങൾക്ക് കൊണ്ട് കഴിയത്തില്ല എന്ന് പറയാം. അവർ ചിന്തിക്കുന്നത് എന്താ? മാനുഷിക ബുദ്ധി നിന്നുകൊണ്ടാ. പക്ഷെ ഞാൻ ഈ പകൽക്കാലം പറയട്ടെ, മനുഷ്യർക്ക് അസാധ്യമായെന്ന് പറയുമ്പോഴും സാധ്യമാക്കി തീർക്കുന്ന അരിമരക്ഷന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായി തീരാം. എന്റെ കർത്താവിന്റെ വചനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു അവരെ നോക്കിയേ, അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. പ്രിയ ദൈവമക്കളെ, ഏതെങ്കിലും ഒരു വിഷയം സാധ്യമാക്കി തരാമെന്നല്ല പറയുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, എന്റെ ദൈവത്തിന് സകലവും സാധ്യം. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം, ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് എഴുതിത്തള്ളിയ വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ സാധ്യമാകുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അസാധ്യമായ മേഖലകളെ നോക്കി നിരാശപ്പെടേണ്ട, അസാധ്യമായ മേഖലകളെ നോക്കി ആകുലപ്പെടേണ്ട. സ്തോത്രം. ഇതെങ്ങനെ സംഭവിക്കും എന്നോർത്ത് ഭാരപ്പെടേണ്ട. എന്റെ ദൈവത്താൽ സകലതും സാധ്യം. ഹല്ലേലൂയ. ഒരു രോഗം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുമ്പോ ഡോക്ടർമാർ ട്രീറ്റ്മെന്റ് തരും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ രോഗത്തിന്റെ മൂർച്ഛന്യ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഡോക്ടർമാർ പറയും ഇനി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന്. സ്തോത്രം. പക്ഷെ അവിടെയും മനുഷ്യല്ലോ മെഡിക്കൽ റിപ്പോർട്ട് അസാധ്യമെന്ന് പറയുമ്പോ എന്റെ ദൈവത്തിന് പറയാനായിട്ടുള്ളത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ രാത്രികാലം സ്തോത്രം, ഇതാണ് മാനുഷികമായിട്ടും നമുക്ക് ദൈവവുമായിട്ടുള്ള സ്തോത്രം ബന്ധത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയും. മനുഷ്യർ എപ്പോഴും പറയും അസാധ്യമാണ്, അസാധ്യമാണ്, ഇത് നടക്കത്തില്ല എന്ന് പറയും. പക്ഷെ എന്റെ ദൈവം എപ്പോഴും നമ്മോട് പറയാനായിട്ടുള്ളത്, നീ ഭയപ്പെടേണ്ട, ഇത് സാധ്യമാകും. നീ ഭയപ്പെടേണ്ട, ഈ വിഷയത്തിനകത്ത് ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാകും, ഞാൻ നിന്നെ ശക്തീകരിക്കുക, എന്റെ നീതിയുള്ള വലങ്കര താങ്ങും. സ്തോത്രം. മാനുഷ്യ വാക്കുകൾ നമ്മെ ഭയപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ദൈവത്തിന്റെ വാക്കുകൾ നമ്മെ ധൈര്യപ്പെടുത്തുന്നത് അത്രേ. ഹല്ലേലൂയ. കാരണം മനുഷ്യർ പലപ്പോഴും പറഞ്ഞു നിർത്തുന്നത് ഇതിനി നടക്കത്തില്ല. ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയുന്ന അനുഭവങ്ങൾ, പ്രാർത്ഥനാ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയുന്ന അനുഭവങ്ങൾ കടന്നു വരാം. പക്ഷേ എന്റെ ദൈവത്താൽ സ്തോത്രം ഹല്ലേലൂയ ചിലതിനെ കൂട്ടി ചേർക്കുവാനായിട്ട് ഇടയായിത്തീരുക. നിലവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ചില വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ആയിരിക്കുന്നുണ്ടായിരിക്കാം. എന്ന് ഈ പകൽക്കാലം പരിശുദ്ധ ഞാൻ വിളിച്ചു പറയാം, അവിടെ നിന്ന് ചിലതിന് തുടക്കം കുറിക്കുവാനായിട്ട് ഇടയായിത്തീരുക. നിന്നെ അസാധ്യമെന്ന് എഴുതിത്തള്ളിയ വിഷയത്തെ ഈ പകൽക്കാല കർത്താവിന്റെ കാൽക്കൽ വയ്ക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവവൈതലേ, ആ വിഷയം ഇനി എഴുന്നേൽക്കത്തില്ല. ആ വിഷയത്തിനകത്ത് മറുപടി ഇല്ല എന്ന് പറഞ്ഞുവെങ്കിൽ ആ വിഷയത്തെ എഴുന്നേൽപ്പിച്ച് തരുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. റബസികാലബകാലഗരേ. തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. യായിറോസ് തന്റെ കൊച്ചു മകൻ എന്ത് ചെയ്തു? രോഗാവസ്ഥയിൽ അതിസാഹസ്യമായിരിക്കുന്ന അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരിക്കുമ്പോഴും കുഞ്ഞേതിൽ സമയമോ മരിച്ചു പോകുമെന്നൊരു നിലയിൽ വരുമ്പോ യായിറോസ് കുഞ്ഞിന്റെ മരണം നോക്കി നിൽക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന, ഇല്ലതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിന്റെ കാൽക്കൽ വീഴുവാനായിട്ട് എന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞ് അത്യസന നിലയിലായിരിക്കുന്നുണ്ട്, പക്ഷെ നീ വന്ന് കൈവച്ച ഹല്ലേലൂയ അവൾ രക്ഷപ്പെട്ട് ജീവിക്കും. ഹല്ലേലൂയ. മെഡിക്കൽ റിപ്പോർട്ട് അതീവ ഗുരുതരമാ പറഞ്ഞിരിക്കുന്നത്, ഏത് സമയം മരിച്ചു പോകുമെന്നാ പറഞ്ഞ. പക്ഷേ മരണത്തെ ജയിച്ച കർത്താവിന്റെ മുമ്പിൽ ആ വിഷയത്തെ ഏൽപ്പിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ആ വിഷയത്തെ എഴുന്നേൽപ്പിച്ച് തിരിച്ചു കൊടുത്തു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില തീർന്നു എന്ന് പറഞ്ഞ ചില വിഷയങ്ങളെ എന്റെ കർത്താവ് എഴുന്നേൽപ്പിച്ച് ചിലരുടെ കരത്തിലേക്ക് മടക്കി തരാൻ പോകുക. ഇതൊരു സാധാരണ പകൽക്കാലമല്ല, അസാധാരണമായ ദൈവപ്രവർത്തികൾ ചലിക്കുന്ന പകൽക്കാലം അത്രേ. ചില നിർജീവ അവസ്ഥകൾ മാറുവാനായിട്ട് ഇടയത്തിന് ചില ചലനമില്ലാത്ത അനുഭവങ്ങള് ഹല്ലേലൂയ സ്റ്റക്കായി കിടക്കുന്ന ചില വിഷയങ്ങളുടെ നടുവേ എന്റെ ദൈവത്തിന്റെ സാധ്യമാക്കുന്ന കര ചലിക്കുവാനായിട്ട് ഇടയത്തിനും വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിനെ എന്ത് ചെയ്യുന്നു? മരണത്തിന് പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ.
എന്താ ലോകം ചിന്തിച്ചത്? യേശുവിനെ കല്ലറയ്ക്കൽ വയ്ക്കുന്നതിൽ കൂടി എല്ലാം തീരുമെന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 24 വാക്യത്തിൽ കാണുന്നു, ദൈവമോ മരണപാശങ്ങൾ അയച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. പ്രിയ ദൈവ പൈതലെ, വാഗ്ദത്തമുള്ള നിന്നെ പിടിച്ചു വയ്ക്കുക എന്നത് അസാധ്യമാണ്. ഹല്ലേലൂയ. ശത്രു പലപ്പോഴും പ്രവർത്തിച്ചെന്നിരിക്കാം, കുറച്ചൊക്കെ നിനക്കെതിരെ പ്രതികൂലങ്ങൾ കടത്തി വിട്ടെന്നിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു ടൈമുണ്ട്. 3 നാൾ മാത്രമേ യേശുവിനെ കല്ലറയ്ക്കൽ ഒതുക്കുവാൻ കഴിഞ്ഞോളൂ, മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞോളൂ. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, റോമാമുദ്രയെ പൊട്ടിച്ചുകൊണ്ട്, കാവൽ ഭേദത്തെ ഛേദിച്ചുകൊണ്ട് എന്റെ യേശു കർത്താവിനെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ വാഗ്ദത്തമുള്ള നിന്നെ ഒതുക്കി വയ്ക്കുവാൻ നോക്കുന്ന ചില മേഖലകളെ ഇന്ന് പകൽക്കാലം കർത്താവ് പൊട്ടിക്കും. ഹല്ലേലൂയ. നിനക്കൊരു എഴുന്നേൽപ്പുണ്ട്. ഹല്ലേലൂയ. കാരണം എന്താ? മരിച്ചു തീരുവാനല്ല, സ്തോത്രം, ഈ പിതാവായ ദൈവം തന്റെ പുത്രനെ കൊണ്ടുവന്നത് മരണം കൊണ്ട് തീർക്കുവാനല്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പിതാവിന്റെ അടുക്കൽ കടന്നു പോകണം. സ്തോത്രം. പാപത്തിനു വേണ്ടി മരിച്ചു, അതോടുകൂടെ തീരുകയല്ല. സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തയോടെ നിൽക്കുന്ന, വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു ദൈവമേ തന്നെ ഈ ലോകം കൊണ്ട് തീർക്കുവാനല്ല, അവനൊരു പുനർജീവിതമുണ്ട്, കർത്താവുമായിട്ടുള്ള ഒരു ജീവിതമുണ്ട്. അതിന് ഭവനമൊരുക്കണമെങ്കിൽ കർത്താവിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിരിക്കണം. സ്തോത്രം. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പിതാവായ ദൈവം തന്റെ പുത്രന് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, അതിനെ പിടിച്ചു വയ്ക്കുവാൻ നോക്കിയ റോമാമുദ്രകളെ തകർക്കുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, നീ പുറത്ത് വന്നു കഴിഞ്ഞാൽ ചില വിടുതലുകൾ നടക്കുമെന്ന് മനസ്സിലാക്കി പല പ്രശ്നങ്ങൾ നിന്നെ കൊണ്ടുവിട്ട് നിന്നെ അതിനെ മൂടുവാൻ നോക്കുമ്പോ, ഈ വർഷത്തിന്റെ ആരംഭം മുതൽ 4 മാസക്കാലം നിന്നെ ചിലപ്പോൾ ചില വിഷയത്തിനകത്ത് മൂടി വെച്ചു കാണുമായിരിക്കാം. നിന്നെ പുറം ലോകം കാണുവാൻ ഇടയാകാത്തവണ, നിനക്ക് പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാത്തവണ നിന്നെ മൂടി വെച്ചു കാണും. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, നീ പുറത്തു വരാൻ പോകിയ ചില ഭരണപാശങ്ങളെ എന്റെ സ്വർഗത്തിലെ ദൈവം മാനിക്കാൻ പോകിയ ചില രോഗശക്തികൾ ഇതിനകത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് അഴിച്ചു മാറ്റുകയാണ്. ഓ ക്രിസ്തുവിന്റെ നാമത്തിൽ ചില രോഗസൗഖ്യങ്ങൾ ഇന്ന് കർത്താവ് ഇതിനകത്ത് ചെയ്യുക. സ്തോത്രം. ഹല്ലേലൂയ. ഭയപ്പെടുന്നല്ലേ? ഇവിടെ കൊണ്ട് തീരും, ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. ഇല്ല പ്രിയ ദൈവമേ, വാഗ്ദത്തമുള്ള ശുശ്രൂഷയുള്ള നിന്നെ ഒരു രോഗത്തിനും പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. കാരണം കർത്താവിന്റെ രക്തമത്രേ നിന്നിൽ ഒഴുക്കുന്നത്, കർത്താവിന്റെ ജീവനത്രേ നിന്നെ മേൽ ഒഴുക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രികാലം വിശ്വസിക്കാമോ? നിന്നിൽ ഏൽപ്പിച്ചത്, സ്തോത്രം, കർത്താവ് തന്ന നിയോഗമെങ്കിൽ, സ്തോത്രം, ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് ഒതുക്കുവാൻ കഴിയില്ല. അല്പസമയമൊക്കെ ഒതുക്കി വച്ചെന്നിരിക്കാം, പക്ഷേ അവിടെ എന്ത് ചെയ്യുന്ന? ശത്രുവിന്റെ തലയെ തകർത്തതായ കർത്താവ്, കാൽവരി ക്രൂശിൽ കർത്താവ് ശത്രുവിന്റെ തലയെ തകർത്ത് ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ആ ശത്രുവിന്റെ നിന്റെ കാൽക്കലിന്റെ കീഴിൽ കിടക്കാനേ കഴിയത്തുള്ളൂ. നിന്റെ മീതെ കഴിയുവാനോ നിന്റെ മേലെ അധികാരം സ്ഥാപിക്കുവാനോ കഴിയത്തില്ല. ഹല്ലേലൂയ. നീ പുറത്തു വരും. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ചിലരെ ഈ പകൽക്കാല ദൈവം പുറത്തെടുക്കുക. നിങ്ങളുടെ ആത്മീയ മേഖലക്കകത്ത് അസാധാരണമായ ഒരു ദൈവ പ്രവൃത്തിയുടെ കാര്യം ചലിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. മനുഷ്യരാൽ അസാധ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. മനുഷ്യർക്ക് ഒരു പരിമിതിയുണ്ട്. സ്തോത്രം. പക്ഷേ ആ പരിമിതികൾക്ക് അപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം അത്രേ നമുക്കുള്ളത്. ഹല്ലേലൂയ. ഞാൻ എന്റെ ഒറ്റ ടെസ്റ്റിമണിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ വേഗത്തിൽ തിരുവചനത്തിൽ കടന്നു വരാം. പ്രിയതേ മക്കളെ, എന്റെ വിവാഹം കഴിഞ്ഞ് 4.5 വർഷം ഞങ്ങൾക്ക് ഒരു തലമുറയില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ഒത്തിരി വേദനയും പ്രയാസവും നിന്നേക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നു. കൂടെ ഇരുന്നവരും കൂടെ പ്രാർത്ഥിച്ചവരും ഒക്കെയാ, നിനക്കൊരു തലമുറയെ ചുമക്കുവാൻ ഭാഗ്യമില്ല, നിനക്കൊരു തലമുറയെ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ മെഡിക്കൽ
നെഗറ്റീവ് റിപ്പോർട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്കൊരു തലമുറ ലഭിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയട്ടെ സ്തോത്രം, നിന്ദയുടെയും വേദനയുടെയും മധ്യത്തിൽ ഭാരപ്പെട്ടു പ്രയാസപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവം ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ 2 തലമുറകളെ തന്ന് ദൈവം മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എവിടെ നിന്ദിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു, എവിടെ ഒരു തലമുറ കിട്ടത്തില്ലെന്ന് ലോകം പറയുവാനായിട്ട് ഇടയായി തീർന്നു, ആ ദേശത്തെ 2 തലമുറകൾക്ക് ജന്മം കൊടുത്ത് അവരെ വളർത്തുവാൻ ദൈവം ഇടയാക്കി. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ഞാൻ മറ്റൊരാളുടെ സാക്ഷ്യത്തിൽ നിന്നല്ല പറയുന്ന, ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോ 1, 2, 100 സാക്ഷ്യമല്ല, ജീവന്റെ സാക്ഷിയായിട്ട് എത്ര ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്ന അനേക സാക്ഷ്യങ്ങളൊക്കെ ഒരു ഉടമയത്രേ ഞാൻ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ജീവനുടെ മധ്യത്തിൽ ആയിരിക്കുന്നതും ഹല്ലേലൂയ എന്റെ ദൈവം തമ്പുരാന്റെ കൃപയത്രേ. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ലോകം എന്തോ പറഞ്ഞു കൊള്ളട്ടെ, ലോകം ഇനി നടക്കത്തില്ലെന്ന് പറയട്ടെ, ലോകം ഡോക്ടർമാര് ഹല്ലേലൂയ മണിക്കൂറുകൾ മാത്രമായിരിക്കാം ചില വിഷയങ്ങൾക്ക് ടൈം ഇട്ടിരിക്കുന്നു. പക്ഷേ ആ വിഷയങ്ങളെ മാറ്റുവാൻ കഴിയുന്ന, ആ ടൈമുകളെ മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കാര്യം ചലിക്കുവാനായിട്ട് ഇടയെത്തിന. മുത്തപൈതന് 48 മണിക്കൂർ മാത്രം ഡോക്ടർമാർ വിധി എഴുതിയ ഇടത്തെ സ്തോത്ര ഹല്ലേലൂയ അതിനെ മാറ്റി എഴുതിക്കൊണ്ട് ഹല്ലേലൂയ ആയുസ്സും ആരോഗ്യവും കൊടുത്ത ഒരു ഉടയവനുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചതായ ദൈവം ഇന്ന് ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്തും അത്ഭുതം ചെയ്യും. ഡോക്ടർമാർ അസാധ്യമെന്ന് പറയും, ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് അവർ കൈ മലർത്തും. പക്ഷേ അവിടെ ദൈവത്തിന് പറയാനായിട്ടുള്ളത് എന്നാൽ സകലതും സാധ്യം. ഹല്ലേലൂയ. ഇവിടെ വായിച്ച ഭാഗത്ത് വേഗത്തിൽ കടന്നു വരട്ടെ സ്തോത്ര. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് പറഞ്ഞു സ്തോത്രം. ഇതിന്റെ ഭാഗങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് കഴിയും സ്തോത്രം. കർത്താവിന്റെ ദൂതൻ മറിയയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. എന്താ പറഞ്ഞത് സ്തോത്രം? നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്ന് സ്തോത്രം. അതിന് മറുപടിയായിട്ട് 34-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, മറിയ കർത്താവിന്റെ ദൂതനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പുരുഷനെ അറിയായികയായി ഇതെങ്ങനെ സംഭവിക്കും? ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്തും ഏതെങ്കിലും ഒരു വിഷയത്തിനകത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യമുള്ള ഒരു വിഷയമാണെങ്കിൽ, നമ്മളോട് ഒരു ദൈവാത്മാവ് ഒരു ദൂത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കാം, നമുക്കത് ഏറ്റെടുക്കുവാൻ ഭയങ്കര താല്പര്യമായിരിക്കും. കാരണം എന്താണ്? അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വിഷയമാണല്ലോ, ഞാൻ കടന്നു വന്ന സിറ്റുവേഷൻ. പക്ഷേ സാഹചര്യങ്ങൾക്ക് വിപരീതമായിട്ട് ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത ഒരു വാക്ക് നാം കേൾക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ നമ്മൾ അതിനകത്ത് വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിക്കും. ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ പറയും, ഒരു സഭയ്ക്കകത്തിരുന്നൊക്കെയാണ് ദൈവദാസന്മാർ ദൂത് പറയുന്നെങ്കിൽ വിചാരിക്കുക, പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് ആള് മാറിപ്പോയതായിരിക്കും എന്ന് നാം ചിന്തിച്ച് കളയാറുണ്ട്. പക്ഷെ പ്രിയ ദൈവമക്കളെ, നിന്റെ സാഹചര്യത്തെ നോക്കിക്കൊണ്ടല്ല ദൈവശബ്ദം നിന്നെ കേൾപ്പിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. കാരണം എന്താ? ഹല്ലേലൂയ സ്തോത്രം. ഒന്നുമില്ലാതെ കിടന്നപ്പോ, പാടും ശൂന്യവും ആയി കിടന്ന ഭൂമിയെ നോക്കിക്കൊണ്ട് സകലതും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞപ്പോ സകലതും ഉണ്ടായി വരുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. നിന്റെ നാളെ കുറിച്ച് അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നലകളെ അറിയാവോ? ഇന്ന് ഈ നിമിഷം വരെ അറിയാവോ? നാളെ നാം എന്തായി തീരുമെന്നോ, നമ്മുടെ തലമുറകൾ എന്തായി തീരുമെന്നോ നമുക്ക് അറിയത്തില്ല. പക്ഷേ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. നമ്മുടെ ഉദരത്തിൽ നമ്മുടെ തലമുറയെ ഉരുവാക്കുന്നതിന് മുമ്പേ, നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഒരു പിണ്ടാകാരമായി ഉരുവാക്കുന്നതിന് മുമ്പേ നമ്മെ കുറിച്ച് സകലതും എഴുതി വച്ചിരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ എഴുതി വച്ചിരിക്കുന്ന ദൈവമാണ് പറഞ്ഞത്, നീ ഇന്നതാകുമെന്ന്. സ്തോത്രം. ഇവിടെ മറിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്വാഭാവികമായിട്ട് മറിയ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ പുരുഷനെ അറിയായിക ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ. ആ ചോദ്യത്തിന് നമുക്ക് കുറ്റം പറയുവാനായിട്ട് കഴിയത്തില്ല. കാരണം നമുക്കറിയാം, ഒരു പുരുഷനെ അറിയാതെ വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞ ഒരു കന്യകയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാ എന്നാൽ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സ്തോത്രം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കും. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രശസ്തിയെ മാറ്റിക്കൊണ്ട് സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിന്റെ കരം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും.
എനിക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ അസാധ്യങ്ങൾ സാധ്യമായി തീരുവാനായിട്ട് അസാധ്യം എന്ന് പറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ശരീരങ്ങളിലേക്ക് സ്തോത്ര ആ ദൈവത്തിന്റെ ശക്തി ചലിക്കും. കാരണം എന്താ? ഒരു വാക്ക്, ഈ ദൈവത്തിന്റെ വചനമാണ് ഈ ലോകത്ത് ഉളവാകുവാനായിട്ടിടയത്തുള്ളൂ. ഈ വചനത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ആ വചനമായി കർത്താവ് ഈ ലോകത്ത് വന്നു. കർത്താവ് ഈ ലോകത്ത് വന്ന് താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പിതാവിന്റെ അടുക്കൽ കടന്നു പോകുന്നതിന് മുമ്പേ പറഞ്ഞു, മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയക്കും. ഹല്ലേലൂയ. ആ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചലിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ, അധികാരം നമ്മുടെ മേൽ കിടക്കുമ്പോ, നമ്മുടെ മേൽ അസാധ്യം എന്ന് പറഞ്ഞ് ബാധിക്കുന്ന ചില മേഖലകൾ അത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ ശക്തിയിൽ കരിയുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, യേശുവിന്റെ മേൽ വ്യാപരിച്ചതായ ശക്തി ഇന്ന് രാത്രി പകൽക്കാലോ ചിലരുടെ മേൽ ചലിക്കുക. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, വിശ്വസിക്കുക, ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദൈവവചനം, ഹല്ലേലൂയ, നാം നമ്മുടെ ജീവിതത്തിൽ ഫില്ല് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ദൈവ ശബ്ദത്തെ നാം, ഹല്ലേലൂയ, ഒരു ഫോസ്റ്റിനെ പോലെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോ അവിടെയാ ദൈവത്തിന്റെ ശക്തി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, 4.5 വർഷം ഞാൻ കുഞ്ഞില്ലായിരുന്നു. സ്തോത്രം. ഒരു ദിവസം, ഹല്ലേലൂയ, ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നിടത്ത് PG വർഗീസ് അങ്കിൾ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു മീറ്റിങ്ങിന് PG വർഗീസ് അങ്കിൾ മീറ്റിങ്ങിന് കടന്നു പോകുവാനായിട്ട് ഗേറ്റ് കടന്നു വരുമ്പോ വേറൊരു അങ്കിൾ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, ഇവർക്ക് 4.5 വർഷം കുഞ്ഞുങ്ങളില്ല, 4.5 വർഷമായി കുഞ്ഞുങ്ങളില്ല എന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ അങ്കിൾ ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം തരുന്ന ഒരു സ്തോത്രം, നിങ്ങൾക്ക് തരാൻ പോകുന്ന സന്തതിക്ക് നിങ്ങൾ എന്ത് പേരിടുവാനായിട്ട് ആഗ്രഹിക്കുന്നു ആ പേരിട്ട് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് പറഞ്ഞു. അന്ന് രാത്രി മുതൽ ഞങ്ങൾ ചെയ്തു. ഹല്ലേലൂയ. ജോസഫ് എന്ന പൈതന്നെ ദൈവം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു ഫോസ്റ്റിനെ പോലെ. കാരണം ഞങ്ങളുടെ മുമ്പിൽ റിപ്പോർട്ട് ഇരിക്കെ തലമുറ ലഭിക്കത്തില്ലെന്ന് 4 ചുറ്റുപാട് നിന്ന് നിന്ദകൾ കേൾക്കുകയാണ്. സ്തോത്രം. പക്ഷെ അതിന്റെ നടുവേ ജോസഫ് എന്ന പൈതന്നെ തരുന്നതിനാ സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നപ്പോ, പ്രിയ ദൈവമക്കളെ, അതിനകത്ത് ഉപവാസവും പ്രാർത്ഥനയും കൂടെ വന്നു. ദൈവം എന്നെ പണിയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് ഞാൻ കയറുവാനായിട്ട് ഇടയായി തീർന്നപ്പോ 3 മാസം കഴിഞ്ഞപ്പോ ഞാൻ നിങ്ങൾ ഏത് പൈതന് വേണ്ടി ദൈവസ്വന് പേര് പറഞ്ഞ് സ്തോത്രം ചെയ്തോ, അതുപോലെ ജോസഫ് എന്ന ഒരു പൈതനെ അടിയന്റെ ഗർഭത്തിനകത്ത് ദൈവം ഉരുവാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നാം ഒരു ഫോസ്റ്റിനെ പോലെ ചില വാക്കുകൾക്ക് വേണ്ടി, ഹല്ലേലൂയ, വിശ്വാസത്തോടെ സ്റ്റെപ്പ് വയ്ക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ അസാധ്യമായ മേഖലകൾ അതിനകത്ത് കരിഞ്ഞു മാറുവാനായിട്ട് ഇടയത്തില്ല. അസാധ്യമായ മേഖലകൾ നിന്റെ മുമ്പിൽ നിന്ന് മാറിയിട്ട് സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കാര്യം ചലിക്കുവാനായിട്ട് ഇടയത്തിരും. ശത്രു എപ്പോഴും പറഞ്ഞിരിക്കാം, സ്തോത്രം, ഇത് നടക്കത്തില്ല. ശത്രുമണ്ഡലമാ ചോദിക്കുന്നത്, പറയുന്നത്, നെഗറ്റീവ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തിന് സകലതും സാധ്യമാകുവാനായിട്ട് ഇടയത്തിരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ആ ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ ചലിച്ചു കഴിഞ്ഞാൽ അസാധ്യങ്ങൾ സാധ്യമാകുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കും. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. അതിന് അപ്പോൾ മറുപടി മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമായി തീർന്നമോ? ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം എന്തു പറയും? നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം കർത്താവ് പറയുന്നത്, പക്ഷേ അതിനെ നമ്മൾ താഴ്ത്തി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് ലൈവിലായിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് അസാധ്യമായി എന്ന് എഴുതി തള്ളിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആ വിഷയത്തിനകത്തേക്ക്, സ്തോത്രം, ദൈവത്തിന്റെ വാക്ക്, കർത്താവ് എന്തു പറഞ്ഞു? സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ കേട്ട ഒരു ദൈവശബ്ദമുണ്ട്, ഞാൻ നിനക്ക് ഒരു ആൺതലമുറ തരുമെന്ന്. ആ വാക്തത്വം കിടക്കുമ്പോഴാണ് 4.5 വർഷം ഞാൻ വേദന അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആ ദൈവത്തിന്റെ വാക്ക് കേട്ടതനുസരിച്ച്
കർത്താവിന്റെ ദാസൻ പറഞ്ഞതും അനുസരിച്ച് ഞാൻ ആ 3 മാസക്കാലം ഒത്തിരി വേദനയിൽ കൂടി കടന്നു പോയപ്പോ ഉപവാസവും പ്രാർത്ഥനയോട് ഇരുന്ന് ഒറ്റ ദിവസം മൂന്ന് ദിവസത്തിന്റെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം ദിവസം ആരോ എന്നോട് പോസ്റ്റ് ചെയ്യുന്നവരെ പറഞ്ഞു, ഹല്ലേലൂയ. എനിക്ക് ഞാൻ സ്വാഭാവികമായി പറയുന്നെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ കടന്നു പോകുന്നത്. പക്ഷേ അവിടെ ആ ഒരു ഉപവാസ പ്രാർത്ഥന, ഞാൻ ഭവനത്തിനകത്ത് വെറുതെ ഇരുന്ന് കരയുന്ന ഒരു സാഹചര്യം. ആ സമയത്ത് എന്നോട് കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ ഉള്ളത്തിൽ ഇടപെട്ട് പറയുവാനായിട്ട് എത്തുന്നു, ഈ മാസം ദൈവം എന്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം പ്രവർത്തിക്കുമെങ്കിൽ ഈ ജീവിതം കർത്താവിന് വേണ്ടി നിൽക്കും, ഞാൻ എന്റെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു തരുന്നുവെന്ന്. പ്രിയതേ മക്കളെ, ഇത് പറഞ്ഞു കഴിയുമ്പോ എനിക്കറിയത്തില്ല നടക്കുമോ എന്നറിയത്തില്ല. എന്റെ മാനസികമായ സിറ്റുവേഷനിൽ വച്ചുകൊണ്ടാ ഞാൻ ഇത് പറയുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നിട്ട് ഞാൻ ഒരു പൊട്ടിയപ്പോൾ എഴുന്നേറ്റ് പോകുവാനായിട്ട് ഇടയെത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ആ മാസം തീരുന്നതിന് മുമ്പായിട്ട് ഞാൻ കൺസീവാ എന്നൊരു റിപ്പോർട്ട് എന്റെ കരത്തിൽ ലഭിക്കുവാനായിട്ട് ഇടയെത്തുന്നു. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാ, കർത്താവ് പറയുന്നതിന് മുമ്പേ ഞാനും നിങ്ങൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കണം. അസാധ്യമായ മേഖലകൾ നിന്നുകൊള്ളട്ടെ, പക്ഷേ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോ പക്ഷേ പിന്നെ എന്ത് ചെയ്യുന്നു, ആ വിഷയത്തിനകത്ത് നാം വെയിറ്റ് ചെയ്യാൻ ദൈവം ഇടയാക്കത്തില്ല. ഇവിടെ മറിയ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കർത്താവിന്റെ ദാസി, ഹല്ലേലൂയ, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ, ഹല്ലേലൂയ. ആ ഒരു സമർപ്പണം, ഹല്ലേലൂയ, ഒരു ദൈവ പ്രവൃത്തിക്ക് ആവശ്യമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ പകൽക്കാലം സ്തോത്രം, വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ഭാരപ്പെടുമ്പോ ആകുലപ്പെടുമ്പോ എല്ലാവരും പറഞ്ഞു കാണുമായിരിക്കും, ഇനി ഈ വിഷയത്തിന് വേണ്ടി നീ കരയണ്ട, ഈ വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കാം. ഇത് നിന്റെ വിധിയാണ്, ഹല്ലേലൂയ. വിധിയെ പറഞ്ഞു കളയാനല്ല. പ്രിയ ദൈവമക്കളെ, ചില മറുപടികൾ ലഭിക്കാതിരിക്കുമ്പോ അതിനകത്ത് എന്താണ് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ലഭിക്കാതിരിക്കുവാനുള്ള കാരണം എന്നിൽ എന്താണ്? സ്തോത്രം. നാം പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു ദൈവശബ്ദം കേൾക്കും, ഇന്ന മാസം ഇന്ന ദിവസം വിടുതൽ നടക്കുമെന്ന്. എന്നിട്ട് ആ മാസം വരെ നമ്മൾ നോക്കും, കണ്ടില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അവർക്ക് ദൂത് തെറ്റിപ്പോയതാ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് എന്ത് ചെയ്യുന്നു, അവരെ അങ്ങ് നമ്മൾ ഇത് ചെയ്യും. പക്ഷേ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. ഒരു ദൂത് കേൾക്കുമ്പോ ഇവിടെ മറിയ ചെയ്ത പോലെ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്നൊരു സമർപ്പണം നമ്മൾ ജീവിതത്തിൽ കടന്നു വരുവാൻ തയ്യാറായ പ്രിയ ദൈവമക്കളെ, എന്റെ ദൈവത്തിന്റെ ടൈമിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ സമർപ്പണം, നമ്മൾ എങ്ങനെ അതിനെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നു, അതാ ദൈവം നോക്കുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ വാക്തത്വം തമ്മിൽ ഒരു കൂട്ടിമുട്ടന്റെ ബന്ധത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി തീരുമ്പോ അവിടെ ആ വാക്തത്വങ്ങൾ പൊട്ടി പുറത്തു വരുന്നത്. അവിടെ ശത്രുവിന് നിന്റെ വാക്തത്വത്തെ തടയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മറ്റേ നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം കിടക്കുമ്പോ ശത്രുമണ്ഡലം പറയും, അവന്റെ ജീവിതത്തിൽ അവിശ്വാസമുണ്ട്, ഇത് നടക്കുമെന്നുള്ളൊരു ചിന്തയില്ല, അതുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അവിടെ എന്ത് ചെയ്യുന്നു, ഫൈറ്റുകൾ നടക്കുവാനായിട്ട് ഇടയത്തില്ല. നാം ഒരു പോസ്റ്റിനെ പോലെ നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയത്തിരുമ്പോ ദൈവത്തിന്റെ വാക്തത്വവുമായിട്ട് അതിനകത്ത് കൂട്ടിമുട്ടന്റെ ബന്ധം വരുമ്പോ പ്രിയ ദൈവമക്കളെ, അത് പൊട്ടി പുറത്തു വരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം വാക്തത്വങ്ങൾ കേട്ടിട്ട് ടൈം ആയിപ്പോയി, ഇനി ലഭിക്കത്തില്ല എന്ന് പറയുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില വാക്തത്വങ്ങളുമായി കൂട്ടിമുട്ടന്റെ ബന്ധത്തിലേക്ക് എത്തിച്ചേരുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് 5-ാം മാസത്തിനകത്ത് ചില അസാധ്യമായ മേഖലകൾ സാധ്യമായി തീരും. ഹല്ലേലൂയ. ചില വാക്തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ ചില വാക്തത്വങ്ങൾ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ സ്വർഗത്തിലെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുക. ഹല്ലേലൂയ. മറിയ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ, ഞാൻ കർത്താവിന്റെ ദാസി. ഈ പകൽക്കാലം എത്ര പേർക്ക് ഏൽപ്പിക്കുവാനായിട്ട് കഴിയും, എത്ര പേർക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് കഴിയും? പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? സ്തോത്രം. ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയതായ ദൈവം. ഹല്ലേലൂയ. അതാ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 17-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ അബ്രഹാമിന് ദൈവത്തിന്റെ വാക്തത്വമുണ്ട്, ഒരു തലമുറയെ കൊടുക്കുമെന്ന്. വാക്തത്വം കിടക്കുമ്പോഴും സ്തോത്രം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അബ്രഹാമിന് ദൈവത്തിന്റെ ഒരു അരുളപ്പാട് ലഭിക്കുന്നുണ്ട്. അബ്രഹാമിന് 99 വയസ്സായപ്പോ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കാം.
ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, വാഗ്ദത്തത്തിന്റെ മുമ്പിൽ, ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായ അസാധ്യങ്ങൾ സാധ്യമാകുവാനായിട്ടിടയത്തിലും അടുത്ത് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഹല്ലേലൂയ. നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്ക. അബ്രഹാമിനോട് ഈ വാഗ്ദത്തം പറയുന്നത്, ഈ ദൂത് പറയുന്നത് സ്തോത്ര, തനിക്ക് 99 വയസ്സായപ്പോഴാ. വാഗ്ദത്തം കേട്ട് 24 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ദൂത് വീണ്ടും പറയുക. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമത്രേ. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച ദൈവം, ആകാശത്തെ മേലും ഭൂമിയെ മേലും അത്ഭുതങ്ങൾ അടയാളം ചെയ്ത ദൈവം, സിംഹത്തിന്റെ വായ അടപ്പിച്ചതായ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ ഹല്ലേലൂയ ആ ഭയപ്പെട്ടതിന്റെ ആ രാത്രി തന്നെ ഒരു മഹാശക്തിയുള്ള കാറ്റടുപ്പിച്ച് ചെങ്കടലിനെ രണ്ടായി പിളർന്ന് തന്റെ ജനത്തെ പുറത്തെടുത്തായ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി, നമ്മുടെ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള ശക്തിക്ക് തുല്യം ചേർക്കാനുള്ളതല്ല സ്തോത്ര. അതിനേക്കാൾ എത്രയോ 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 മടങ്ങ് മീതെ നിൽക്കുന്നതത്രേ. അതിന് തുല്യം വയ്ക്കാൻ ഒന്നുമില്ലാത്തതാ. പലപ്പോഴും നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെ കുറച്ച് കാണുന്നത് കൊണ്ടാണ് പല വിടുതലുകളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തിനു മതിയായ ദൈവമാണ് എന്ന് നാം പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കണം. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. സർവത്തിന് അവിടെ കാണുന്നു, ആ വാക്കുകളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സർവശക്തി, സർവത്തിനും ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ പറയട്ടെ, നിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു തലമുറയെ ദൈവം തന്നുവെങ്കിൽ ആ തലമുറയ്ക്കുള്ള ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചറിന് ചെയ്തു തരുവാൻ കഴിയുന്ന ദൈവമാണ്. നമ്മുടെ കഴിവ് കൊണ്ടാണ് നമ്മുടെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞു ഉരുവായി ആ 9 മാസം 9 നായ്ക്ക് 9 വിനാഗിരിയും കിടന്നത്. അതിനെ ഉള്ളങ്കരത്തിൽ വഹിച്ച ഒരു കർത്താവ്. നമ്മുടെ ഗർഭപാത്രത്തിന്റെ കട്ടി കൊണ്ടോ നമ്മുടെ ഗർഭപാത്രത്തിന്റെ ശക്തി കൊണ്ടോ ഒന്നുമല്ല സ്തോത്രം. വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, പിണ്ടാകാരമായിരുന്നപ്പോ അവൻ നമ്മുടെ ഉദരത്തിൽ ആ കുഞ്ഞിനെ കയ്യിൽ വഹിച്ചു. നമ്മുടെ ഉദരം ഒരു വെറും കവറിങ് സ്തോത്രം. പക്ഷെ ആ കുഞ്ഞ് ഉദരത്തിനകത്ത് കിടക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരത്തിലാ സ്തോത്രം. അങ്ങനെയുള്ള ശക്തിയുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ പകൽക്കാലം ദൈവത്തിന്റെ ശക്തിയെ നാം ഒന്ന് ചിന്തിക്കുക. എന്തും പ്രവർത്തിപ്പാൻ കഴിയുന്ന, നാറ്റം വച്ച വിഷയത്തെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ലാസറിന്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. നാറ്റം വച്ചു, അല്ലെ, ദിനമായി കിടക്കുന്നു എന്ന് പറയുമ്പോ കർത്താവ് വന്നില്ല. 4 നാളായപ്പോ യേശു കർത്താവ് വന്നു. കാരണം എന്താ? മൂന്ന് നാൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? വേണമെങ്കിൽ ആ സ്തോത്രം ലാസറിന് പുറത്തു വരാനായിട്ട് സാഹചര്യമുണ്ടെന്ന ശാസ്ത്രം പറയുന്ന. പക്ഷേ ആ ശാസ്ത്രം കൂടെ തീരത്തക്ക രീതിയിൽ അവരുടെ അവസാന പ്രതീക്ഷ വരെ തീരുന്ന ഒരു ടൈം വരെ ദൈവം മൗനമായിട്ടിരുന്നിട്ട് 4-ാം നാളെ ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നിട്ട് ലാസറിന് പറഞ്ഞു, പുറത്തു വാ എന്ന് പറഞ്ഞു. മരിച്ചവൻ പുറത്തു വന്നു. ഹല്ലേലൂയ. അങ്ങനെ നിന്റെ ജീവിതത്തിനകത്ത് തീർന്നു, മരിച്ചു എന്ന് പറഞ്ഞ വിഷയമായിരിക്കാം. പക്ഷേ അധികാരമുള്ളവൻ പുറത്തു വരാൻ പറഞ്ഞ, ഹല്ലേലൂയ, ഈ പകൽക്കാലം വിശ്വസിക്കുക, ആ വിഷയം പുറത്തു വരും. ഹല്ലേലൂയ. ദുർഗന്ധങ്ങൾ വമിച്ച ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, നിങ്ങളെ ഭയപ്പെടുത്തുമ്പോ, നിരാശപ്പെടുത്തുമ്പോ, ഈ പകൽക്കാലം പ്രിയ ദൈവമൈതലേ, ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ചില ദുർഗന്ധങ്ങൾ വമിച്ച വിഷയങ്ങളെ ദൈവം പുറത്തു കൊണ്ടുവരാം. ദൈവം പുറത്തു കൊണ്ടുവരുന്നത് ദുർഗന്ധമായിട്ടല്ല, ഹല്ലേലൂയ, മറിച്ച് സുഗന്ധമായിട്ട് അത്രേ. സ്തോത്ര. ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന പരത്തത്തക്ക രീതിയിൽ 11-ാം അധ്യായത്തിൽ കരച്ചിലും വേദനയും നിലവിളിയും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിലും 12-ാം അധ്യായത്തിനകത്ത് ഒരു സൗരഭ്യവാസന പുറപ്പെട്ടു. ഇതിനകത്തിരിക്കുന്ന ആരുടെയൊക്കെ ഈ ജീവിതത്തിനകത്ത് ഒരു സൗരഭ്യത്തിന്റെ വാസനയെ ദൈവം പരത്താൻ പോകുകയാ. ഹല്ലേലൂയ. പ്രിയ ദൈവം ഇതിലെ വിശ്വസിക്കുക. നാറ്റം വച്ചു, ഇനി ദുർഗന്ധമേ വരുമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചില ദുർഗന്ധങ്ങളെ മാറ്റിക്കൊണ്ട് സൗരഭ്യ വാസന പരത്താൻ പോകുക. ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന ആ വിഷയത്തിനകത്തേക്ക് വെളിപ്പെടാൻ പോകുക. ഒരു 12-ാം അധ്യായം എഴുതി ചേർത്തു. സ്തോത്രം. ലാസറിനെ പന്തിക്ക് ഇരുത്തുന്നവരിൽ ഒരുവൻ കൂടിയായിരുന്നു എന്ന്. സ്തോത്രം. ഒരു പന്തി ഉണ്ട്. ഹല്ലേലൂയ. ദുർഗന്ധം പറയാനല്ല, സ്തോത്രം, ഉയർത്തു വന്നു എന്ന് പറയുക. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാം ഒരു ദൈവപ്രവൃത്തി ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാം. പക്ഷെ അവിടെയും കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കണം. ഹല്ലേലൂയ.
ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമോ? ഈ പകൽക്കാലം ദൈവത്തിന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്ന നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നും ഇല്ല എന്ന് പറയത്തക്ക രീതി ദൈവം ചിലതിന് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. 18-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു 14-ാം വാക്യത്തിൽ, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ചോദിച്ചു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കുന്നു നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. കേട്ട ദൈവ ശബ്ദത്തിന് മുമ്പേ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ നാം പ്രാർത്ഥനയോടെ ഇരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിഷ്കളങ്കയോടെ ആയിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് കറകൾ കടന്നു വരാതെ വാഗ്ദത്തങ്ങൾ നിറവേറേണ്ടതിന് വേണ്ടി നാം പല കുടുക്കുവഴികളും എടുക്കാറുണ്ട്. പക്ഷേ ആ കുടുക്കുവഴികളിലേക്ക് പോകാതെ കർത്താവിന് ഈസി വരുത്തുവാനാണ് നാം നോക്കുന്നത്. പക്ഷേ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഒന്നും വേണ്ട. കർത്താവിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവ് അതാ പറഞ്ഞത്, ദൈവം പറഞ്ഞത്, എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരിക്കുക. ഹല്ലേലൂയ. ഈ പകൽക്കാലം നിഷ്കളങ്കയോട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടാം. ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ല എന്ന് തെളിയിക്കുവാനായിട്ടിടയെത്തിരും. ഹല്ലേലൂയ, സ്തോത്രം. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ചില അസാധ്യമായ മേഖലകൾ, ഹല്ലേലൂയ, എന്റെ കർത്താവ് ഈ പകൽക്കാലം ചേഞ്ച് ചെയ്യുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ മേലെ ഈ പകൽക്കാലം മുതൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. സ്തോത്രം. ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ടിടയായിത്തീരാ. അക്സേത് പറയുന്നു, പ്രിയ സഹോദരിയോട് പരിശുദ്ധാത്മാവിന് പറയാൻ പറയുന്നു, ചില നാട്ടം വച്ചു എന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ, എഴുതി തള്ളിയ ചില വിഷയങ്ങളെ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു മാന്യത എന്ന വേണ്ട ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോകുക. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില നെഗറ്റീവുകളെ ദൈവം തമ്പുരാൻ പോസിറ്റീവ് ആക്കാൻ പോകുക. ലോകം നെഗറ്റീവ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ചില വിഷയങ്ങൾ, ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ചില വിഷയങ്ങൾ എന്റെ ദൈവത്താ ചിലത് സാധ്യമാക്കും. ഹല്ലേലൂയ. പ്രതീക്ഷിച്ച സമയങ്ങളുണ്ട് നടക്കുമെന്ന്. പക്ഷെ പ്രതീക്ഷകൾ മങ്ങി തുടങ്ങിയെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയാൻ പറയുന്നു, ഒരു ലാസർ പുറത്തു വന്നതുപോലെ ചില വിഷയങ്ങളുടെ മറുപടി പുറത്തു വരും. ഹല്ലേലൂയ. വിശ്വസിക്കുക. ഒരു ദൈവപ്രവൃത്തിയുടെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ സൈനി സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയുടെ കരം നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ആള് മാറ്റുന്നത് പോലെ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ചേഞ്ച് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. നിങ്ങളുടെ ശബ്ദത്തിന്റെ ദൈവത്തിന്റെ അസാധാരണമായ പവർ ചലിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന റൂമിനകത്തിരുന്ന് പറയുന്ന ഓരോ വാക്കുകളാ അധികാരമായിട്ട് ചില ഭവനങ്ങൾ അകത്തേക്ക് ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നതിന് മുമ്പേ ചില വിഷയങ്ങളുടെ മറുപടികൾ ലഭിച്ചു എന്ന ഫോൺ കോളുകൾ നിങ്ങളെ തേടി വരുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാല കർത്താവിന്റെ ദാസിയോട് ഇടപെടുകയാ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടുക. ചില കാര്യങ്ങളെ, ചില വ്യക്തികളുടെ രഹസ്യ കാര്യങ്ങളെ, ഹല്ലേലൂയ, ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങളെ പ്രാർത്ഥനാ റൂമിനകത്ത് ദൈവം വെളിപ്പെടുത്തി തരും. അതിനുവേണ്ടി വിശ്വസ്തയോട് ഇടിവി നിൽക്കുവാൻ തയ്യാറായ, പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ചില മറുപടികൾ നിങ്ങളുടെ മുമ്പാകെ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽക്കാലം ഇടപെടുകയാ. ഏൽപ്പിച്ചത് ദൈവമാകയാൽ അതിനെ നിറവേറ്റാൻ ദൈവം ശക്തനെന്ന്. ഓ റബസീല കാലമറോകോ റേകേനവ. ചില ദൈവിക പ്രവർത്തികളുടെ മുൻപന്തിയിൽ ദൈവം നിർത്തി മാനിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ദിവസങ്ങളിൽ അതിശക്തിയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുക. ദൈവം വലിയവനത്രേ. ഹല്ലേലൂയ. ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. ചിലതിന്റെ വായ്കളെ അടയ്ക്കുവാൻ ഒരു അധികാരത്തെ പ്രിയ ദൈവദാസിയുടെ മേൽ ഈ പകൽക്കാൽ കർത്താവ് കൈമാറുകയാ.
ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില അധികാരങ്ങളുടെ നിയോഗങ്ങൾ ദൈവം തമ്പുരൻ കൈമാറുകയാ. സ്തോത്രം. മുടന്തിക്കിടക്കുന്ന ചിലതിനെ ആലയത്തിനകത്തേക്ക് പിടിച്ചു കയറ്റുവാൻ ദൈവം ആ നാവിനെ ബലപ്പെടുത്തുകയാ. ശുശ്രൂഷയുടെ അടുത്തൊരു മണ്ഡലം ദൈവം ഓപ്പൺ ചെയ്യും. ചിലതിനെ കണ്ടിട്ട് മൗനമായിട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്ട്രക്കാക്കി നിർത്തുന്നത് പോലെ ചില വിഷയങ്ങളുടെ നടുവിൽ പിടിച്ചു നിർത്തും. പത്രോസും യോഹന്നാനും ദിവസവും ചിലപ്പോൾ ആലയത്തിൽ പോയ വ്യക്തികളായിരിക്കാം. പക്ഷേ പതിവില്ലാതെ അന്നൊരു പിടിച്ചു നിർത്തലേ അവന്റെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിനെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന മനുഷ്യന്റെ മേൽ പകർന്നു കൊടുത്തപ്പോ അവൻ എഴുന്നേറ്റ് അവരുടെ കൂടെ ആലയത്തിലേക്ക് കടന്നു. എന്നോട് പരിശുദ്ധാത്മാ വിളിച്ചു പറയാൻ പറയുന്നു, ചില വിഷയങ്ങളെ കടന്നു കാണുമ്പോൾ കഴിഞ്ഞ നാളുകൾ കണ്ട വിഷയമായിരിക്കാം, പക്ഷെ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഇനി അങ്ങനെ മറികടന്നു പോകാൻ ഇടയാകാതെ ഒരു സ്റ്റക്കാക്കി ദൈവം നിർത്തും. ഈ രാത്രികാലം, ഈ പകൽക്കാലം, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു അഭിഷേകത്തിന്റെ തലത്തെ ദൈവം ഓപ്പൺ ചെയ്യുമെന്ന് കർത്താവിന്റെ ദാസിയോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കുക പ്രിയതേ മക്കളെ. ഈ പകൽക്കാലം ഞാൻ കടന്നു വരട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയുടെ കരത്തെ ദൈവം നമുക്ക് വേണ്ടി ചലിപ്പിക്കുവാനായിട്ട് ഇടയത്തരും. ഇതിന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ പൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും? സ്തോത്രം. ഫിലോമൻ എന്ന